ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ അമ്മയെ പറ്റിയുള്ള ധ്യാന വിചിന്തനത്തിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യട്ടെ. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം കാണുകയാണ്. കുരിശിൽ കിടന്നുകൊണ്ട് തന്റെ പ്രിയ ശിഷ്യനായ യോഹന്നാന് തന്റെ അമ്മയെ സ്വന്തം അമ്മയായി നൽകിക്കൊണ്ട് ഈശോ പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. യോഹന്നാൻ അവിടെ പ്രതിനിധീകരിക്കുന്നത് ഈശോയിൽ വിശ്വസിച്ച എല്ലാവരെയുമാണ്. അങ്ങനെ പ്രതീക്ഷകൾ അവസാനിക്കുന്നിടത്ത് പുതിയ പ്രതീക്ഷകൾ നൽകുന്നതാണ് അമ്മ. യോഹന്നാന്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായി നൽകിയതുപോലെ ഈശോ മിശിഹ എന്നും നമുക്ക് തുണയും താങ്ങുമായി പരിശുദ്ധ അമ്മയെ നൽകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒറ്റപ്പെടലുകളോ ഏകാന്തതയൊക്കെ അനുഭവിക്കുമ്പോൾ നമുക്കുള്ള പ്രതീക്ഷ ഈശോ അന്ന് കാൽവരിയിൽ കുരിശിൽ കിടന്ന് പറഞ്ഞ അതേ വാക്കുകളാ, ഇതാ നിന്റെ അമ്മ. പരിശുദ്ധ അമ്മയുണ്ട് നമുക്ക് കൂട്ടിന്. പരിശുദ്ധ അമ്മ നമുക്ക് കൂട്ടിനുണ്ട് എന്ന് വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യാം. പരിശുദ്ധ അമ്മ നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.